Hello guys, welcome to my YouTube channel Misty Quest. നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓഫീസിൽ പ്രോജക്റ്റ് ഡിസ്കഷന് വേണ്ടി ഡിസ്കഷൻ റൂമിൽ കയറിയ കുറച്ച് ആൾക്കാരെയാണ്. പക്ഷേ ഡിസ്കസ് ചെയ്ത് ഡിസ്കഷൻ്റെ അവസാനം എല്ലാ പ്രോബ്ലംസിനുള്ള സൊല്യൂഷനായി കണ്ടുപിടിച്ചത് എ ട്രിപ്പ് ടു ലഡാക്ക്. ഒരാവേശത്തിൽ കയറി എഴുതിയതാണ്, പക്ഷേ അത് പെർമനന്റ് മാർക്കാണെന്നുള്ള കാര്യം ശ്രദ്ധിച്ചില്ല. അവസാനം കോഡ് ചെയ്യുമ്പോഴുള്ള അവസ്ഥ പോലെ തന്നെ ഇത് വായിക്കാനും ലീഡ് തന്നെ വന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വന്നു. സോ ഗൈസ്, അങ്ങനെ ട്രിപ്പ് മോഡ് ഓൺ ആയി. അങ്ങനെ ഒരു മാസത്തെ പ്ലാനിങ്ങിന് ശേഷം സെപ്റ്റംബർ 29 ഏർലി മോർണിംഗ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് രാവിലെ ഊബറിന് നമ്മൾ ട്രിവാൻഡ്രം ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അനുകൂലമായ കാലാവസ്ഥയാണ് ഗൈസ്, അടിപൊളി മഴ. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. ചെക്കിനും സെക്യൂരിറ്റി ചെക്സും ഒക്കെ കഴിഞ്ഞ് അകത്ത് കയറി. നമ്മൾ 8 പേരാണ് പോകുന്നത്. നമ്മളിപ്പോ ബോർഡിംഗ് ഗേറ്റിൽ വെയിറ്റ് ചെയ്യാണ്. 7:30 നമ്മുടെ ഫ്ലൈറ്റ്. സോ അങ്ങനെ നമ്മുടെ ബോർഡിംഗ് അനൗൺസ്മെന്റ് വന്നു. നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. ഇതാണ് നമ്മൾ പോകുന്ന ഇൻഡിഗോ ഫ്ലൈറ്റ്. പിന്നെ നമ്മുടെ കണക്റ്റഡ് ഫ്ലൈറ്റ് ആണ്. സോ നമുക്ക് ഹൈദരാബാദിൽ ഒരു സ്റ്റോപ്പ് ഓവർ ഉണ്ട്. എല്ലാരും കയറി അവരവരുടെ സീറ്റ്സിലിരുന്നു. നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നു. ഈ കാണുന്നത് നമ്മുടെ ശംഖുമുഖം ബീച്ചും അതിന്റെ അടുത്ത സ്ഥലങ്ങളും ഒക്കെയാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല അടിപൊളി വ്യൂ ആയിട്ടുണ്ട്. സോ ഏതായാലും കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ട്രിവാൻഡ്രത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ 1.5 മണിക്കൂറിന് ശേഷം നമ്മളിപ്പോ ഹൈദരാബാദ് എത്തിയിരിക്കുകയാണ്. നമ്മൾ 9:05 ആയപ്പോൾ ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി. ട്രിവാൻഡ്രം ടു ഹൈദരാബാദ് 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കും അവനറിയില്ല. ഞങ്ങളാകെ 4 പേരാണ് വന്നത്. പക്ഷെ ഇവിടുന്ന് കുറെ സ്ട്രേഞ്ചേഴ്സ് കിട്ടി. ഇതേ പോണ് വേറൊക്കെ പുതിയ കപ്പിൾസ് ആണ്. പിന്നെ ഇവൻ കല്യാണം കഴിച്ചതാണ്. സോ അതിനുശേഷം നമ്മൾ എയർപോർട്ട് ലോഞ്ചിൽ കയറി ഫുഡ് കഴിക്കാൻ. കണ്ണിൽ കണ്ട സാധനങ്ങളെല്ലാം വാരിയിട്ടു. പലതിന്റെ പേര് പോലും അറിയില്ല. എന്നാലും നല്ല വിശപ്പുള്ള കാരണം ഒന്നും നോക്കിയില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഉള്ള സാധനങ്ങൾ ഒരുമിച്ച് അകത്താക്കിയിട്ട് നമ്മൾ അടുത്ത ശ്രീനഗർ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഈ ട്രിപ്പിന്റെ ഡെസ്റ്റിനേഷനിൽ പോലും എത്തുന്നതിന് മുന്നേ അടുത്ത ട്രിപ്പിനുള്ള കാര്യങ്ങൾ ആലോചിക്കുന്ന ബോയ്സ്. റീൽസ് എടുത്ത് കളിക്കുന്ന ഗേൾസ്. അങ്ങനെ 2:35 ആയപ്പോൾ നമ്മുടെ ശ്രീനഗർ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. അങ്ങനെ ഇപ്പൊ നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ അറിയാം നമ്മൾ എവിടെ എത്തി. നമ്മൾ കാശ്മീർ എത്തി ഗൈസ്. സോ അങ്ങനെ നമ്മൾ 5:35 ആയപ്പോൾ ശ്രീനഗർ ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി. ഹൈദരാബാദ് ടു ശ്രീനഗർ ഒരു 3 അവർ ട്രാവൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നിട്ട് ലോഡ് എടുക്കുന്ന തൊഴിലാളികളെ പോലെ സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് നിന്നോണ്ടിരിക്കുകയാണ്. എന്താണ് പേര് താങ്കളുടെ ശ്രീനഗറിൽ? ഹലോ ഗൈസ്, വെൽക്കം ടു ശ്രീറാംസ് യൂട്യൂബ് ചാനൽ. ശ്രീനഗർ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ എയർപോർട്ടിന്റെ പുറത്ത് ടാക്സി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ സമയത്ത് കാട്ടിക്കൂട്ടുന്ന ഓരോ ഭ്രാന്താണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫൈനലി ടാക്സി ഒക്കെ കിട്ടി. എയർപോർട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ശ്രീനഗർ എയർപോർട്ടിന്റെ പുറത്തെ കാഴ്ചകളാണ് ഇതൊക്കെ. ഇരുട്ടായി തുടങ്ങുന്നു. ചെറിയ രീതിയിൽ തണുപ്പൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട്. സോ ഗൈസ്, നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് നമ്മൾ സ്റ്റേ ചെയ്യാൻ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിലേക്കാണ്. ദാൽ ലേക്കിന്റെ അടുത്തുള്ള അൽ അമീൻ ഹോം സ്റ്റേ ആണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ റൂമിലെത്തി. ഇതാണ് എൻ്റെ റൂം. റൂമിൽ കൊണ്ട് ബാഗ് വെച്ച പാടെ എല്ലാവരും ഇറങ്ങി ശ്രീനഗർ എക്സ്പ്ലോർ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഒന്ന് റെസ്റ്റ് പോലും എടുക്കാതെ. സോ അങ്ങനെ എല്ലാവരും ദാൽ ലേക്കിന്റെ ഒരു സൈഡും പിടിച്ച് നടപ്പാണ്.
നമുക്ക് എവിടെയാണ് എത്തിപ്പെടേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ദാൽ ലേക്കിൻ്റെ ഹൗസ് ബോട്ട്സും ഡാൻസിങ് ഫൗണ്ടൻസും ഒക്കെ ഉള്ള അവിടെ കാണാനാണ് നമ്മൾ പോകുന്നത്. പക്ഷെ നടന്നിട്ടും ഒരിടത്തും എത്തുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അതിലെ വന്നൊരു ഡബിൾ ഡെക്കർ ബസ്സിൽ ചാടിക്കയറി. അതിലെ ചേട്ടൻ നമ്മളെ ദാലിലേക്ക് ചുറ്റി കാണിക്കാമെന്ന് പറഞ്ഞ് ഒരാൾക്കൊരു 100 രൂപ വെച്ച് വാങ്ങിക്കുകയും ചെയ്തു. സോ ഗൈസ്, ഈ കാണുന്നതാണ് ദാൽ ലേക്കിലെ ഹൗസ് ബോട്ട്സ്. എല്ലാം നല്ല വെൽ ഡെക്കറേറ്റഡ് ലക്ഷറി ഹൗസ് ബോട്ട്സ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഷിക്കാര എന്ന് വിളിക്കുന്ന ചെറിയ ബോട്ട്സും കാണാം. അത് ചെറിയ ചെറിയ റൈഡ്സിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി. ഗൈസ്, ഈ കാണുന്നതാണ് ദാൽ ലേക്കിലെ ഡാൻസിങ് ഫൗണ്ടൻസ്. നല്ല കളർഫുൾ ആയിട്ടുണ്ടല്ലേ. നല്ല രീതിയിൽ തണുപ്പ് കൂടിയിട്ടുണ്ട് ഗൈസ്. ഒരു ഹുഡി പോലും എടുക്കാതെ ഇറങ്ങിയതാണ്. അതിന് നല്ലപോലെ അറിയാനും ഉണ്ട്. സോ അങ്ങനെ ബസ് റൈഡിനൊക്കെ ശേഷം നമ്മളൊരു ദാബേലി കയറി ടീ ഓർഡർ ചെയ്തു. പക്ഷെ നമുക്ക് അവർ കൊണ്ടു തന്നത് ഖാസ് എന്നൊരു ടീ ആണ്. ആർക്കും കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല, നല്ല എല്ലാവരും കഷ്ടപ്പെട്ട് കുടിച്ചു. അതിനുശേഷം നമ്മൾ ചപ്പാത്തിയും ചില്ലി ചിക്കനും ഓർഡർ ചെയ്ത് കഴിച്ചു. എന്നിട്ടും മതിയാവാതെ ബോയ്സ് റോഡ് സൈഡിൽ കണ്ട ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കുക. കണ്ണി കണ്ടതൊക്കെ വാങ്ങി തിന്നിട്ട് അവസാനം കാശ് കൊടുക്കാനില്ലാതെ ബെസ്റ്റീസിനെ വീഡിയോ കോൾ ചെയ്ത് കാശ് തണ്ടുന്ന രാമൻ അഥവാ ശ്രീറാം. അപ്പം നിനക്ക് പറ്റുകയാണെങ്കിലൊന്നും ഞാൻ പറയില്ല. ബെസ്റ്റിക്ക് നൈസായിട്ട് ഒരു 100 രൂപ ഗൂഗിൾ പേ ചെയ്ത് തരണതാണ്. എനിക്കും നിന്റെ രണ്ടാമത്തെ ചങ്ക് ബെസ്റ്റിക്ക് നയിച്ചു തരണേ. പീസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് പോവാണ്. പോയി കിടന്നിട്ട് നാളെ ഏർലി മോർണിംഗ് ലഡാക്ക് പോകേണ്ടതാണ്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഹിമാലയൻ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. ബൈ.